1, 2, 3, 4. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ദേ ഞങ്ങൾ കഴിഞ്ഞ ദിവസത്തെ ഓണപ്പരിപാടി സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഒരു ഓണപ്പരിപാടിയും കൂടെ ഉണ്ട് ഇന്ന്. അപ്പോൾ ദേ ഞങ്ങൾ അതിന് പോകാനായിട്ട് ദേ ഡ്രസ്സൊക്കെ മാറി നിൽക്കുവാണ്. ഇവിടെ ഇപ്പോൾ 11:45, 11:30 ആകുമ്പോഴത്തേക്ക് അവിടെ തുടങ്ങുമെന്നൊക്കെയാണ് പറഞ്ഞത്. ഞങ്ങൾ കുറച്ച് വൈകി. ഇവിടെ നിന്ന് ഒരു 50 മിനിറ്റോ അത് തന്നെ, 1 മണിക്കൂറുണ്ട് നമുക്ക് അങ്ങടേക്ക് ട്രാവല്. അപ്പോൾ ആബി ഇതേ ഇവിടെ പകുതി ഉടുപ്പിലാട്ടോ നിൽക്കുന്നത്. ആബി ദേ ബാ, ദേ ഹായ്. വാ, നമ്മളെ ഇപ്പൊ തന്നെ ഓൾറെഡി 1 മണിക്കൂർ ലേറ്റാ. നമുക്ക് ഇനി 1 മണിക്കൂർ ടൈം കൂടി ഉണ്ട്. അപ്പോൾ അടുത്തേക്കും 12 ആവുമോ? നമുക്കപ്പോ നമുക്ക് പോവാ. ഇവക്കടെ പട്ടുപാവയുടെ സ്കേർട്ട് ഇടിപ്പിച്ചില്ല കേട്ടോ. അത് കാറിലിരിക്കുമ്പോ ഇനി എന്തെങ്കിലും ആയാലും ഓർത്തിട്ട് അവിടെ ചെല്ലുമ്പോ ഇടിപ്പിക്കുന്ന അബികളുടെ മുകളിലേക്കുള്ള മേക്കപ്പ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ ചെന്നിട്ട് കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ ആ വീട്ടിലേക്ക് എത്താറായിട്ടോ. നമുക്ക് 1 മിനിറ്റും കൂടി ഉള്ളൂ. ഞങ്ങൾ പിന്നെ പോകുന്നതെന്ന് പറയുകയാണെങ്കിൽ റോഡ് പിന്നെ കാണിക്കണ്ടല്ലോ നമ്മൾ വഴി. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഞങ്ങൾ ഇവിടെ എത്തിയിട്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഞങ്ങൾ ആക്ച്വലി വീട് കഴിഞ്ഞ് മുമ്പിലേക്ക് പോയി. ഇവിടെ പകുതി ഇതിപ്പോൾ നെറ്റ് ഉണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഫ്രണ്ടിലേക്ക് എൻ്റെ മിസ്റ്റേക്ക് അല്ല കേട്ടോ. ഞാൻ കുറേ നേരം നോക്കിയപ്പോൾ 6 മിനിറ്റേ ഉള്ളൂ നമുക്ക് എത്താനായിട്ട് വീട്ടിലേക്ക്. പക്ഷെ എന്ത് ഇത് എത്തുന്നില്ല. അപ്പോൾ നോക്കിയപ്പോൾ ഇത് റേഞ്ചില്ലാത്തതുകൊണ്ട് സ്റ്റക്കായി പോയി നിൽക്കുമായിരുന്നു. അപ്പോൾ അതും കൊണ്ട് ഞങ്ങൾ ഇപ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ തിരിച്ച് ഇനി ആ വീട്ടിലേക്ക് പോവാണ്. 1 മിനിറ്റും കൂടെ ഉള്ളൂ. അവിടെ ഒന്നും തുടങ്ങിയില്ല എന്നാണ് പറഞ്ഞത്. വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പം പിന്നെ കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ വീട്ടിലേക്കുള്ള വഴിയാണ്. ആ വണ്ടികളൊക്കെ വന്നിട്ടുണ്ട്, ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. റെഡിയാക്കി എന്നിട്ടോ കിട്ടി എന്തേലോ സ്പൂൺ റൈസിങ്. ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് ഇവിടെ ഔട്ട്ഡോർ ഗെയിംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ഇവിടെ ലെമൺ സ്പൂൺ റൈസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ വന്നപ്പോഴത്തേക്ക് ഇച്ചാൻ അതിന് കൂടി. ഫസ്റ്റ് റൗണ്ടിൽ അവന് കിട്ടി, സെക്കൻഡ് റൗണ്ടിൽ കിട്ടിയില്ല കേട്ടോ. അതുകൊണ്ട് തോറ്റുപോയി. പിന്നെ ഇവിടെ സാമ്പാറിൻ്റെ കാര്യങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആക്ച്വലി ഇത് പോട്ട്ലക്കായിരുന്നു. അതായത് ഓരോ വീട്ടിൽ നിന്ന് ഓരോരോ കറികൾ അങ്ങനെയായിരുന്നു, 1-2 കറികളൊക്കെ. പക്ഷെ നമ്മൾ സാമ്പാർ അവിടെ കോമൺ ആയിട്ട് ഉണ്ടാക്കുക ചെയ്തത്. ഇത് ലിബിൻ ചേട്ടനാണ് കേട്ടോ അവസാന വട്ടത്തെ കുറേ സാമ്പാർ ഇളക്കലും കുറച്ച് കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മുടെ ഗെയിംസും കാര്യങ്ങളൊക്കെ ബ്ലെസ്മിയും ജോസഫേട്ടനായിരുന്നു കേട്ടോ. അടിപൊളിയായിട്ട് അവർ നന്നായിട്ട് കോർഡിനേറ്റ് ചെയ്തു. ജോസഫേട്ടൻ എല്ലാവരും വിളിച്ച് എന്താ പറയുക പങ്കെടുപ്പിക്കുന്നുണ്ടായിരുന്നു, മാറി നിൽക്കുന്നവരൊക്കെ. അപ്പോൾ സുന്ദരിക്ക് പൊട്ടുകുത്തലാണ്. പിന്നെ അടുത്ത കലാപരിപാടി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്.
നല്ല ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഔട്ട്ഡോർ ഗെയിംസിനൊന്നും കുഴപ്പമുണ്ടായില്ല. ചെറിയൊരു മഴക്കാറൊക്കെ ഉണ്ടായിരുന്നെങ്കിലും കുഴപ്പമുണ്ടായില്ലായിരുന്നു. അപ്പോൾ ആദ്യം നമ്മൾ കുഞ്ഞു പിള്ളേരെയും കൊണ്ടാണ് കേട്ടോ സുന്ദരിക്ക് പൊട്ടുകുത്തിക്കൽ നടത്തിയത്. ഇത് നമുക്ക് സുന്ദരിക്ക് പൊട്ടുകുത്താൻ പോവാം. ആ പേര് കുത്തണ്ടോ സുന്ദരിക്ക് പൊട്ട്? ആ പേര് കുത്തണ്ടോ സുന്ദരിക്ക് പൊട്ട്? ആ അതെ 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 നമുക്ക് സുന്ദരിക്ക് പൊട്ടുകുത്താൻ പോവാം. സുന്ദരിക്ക് പൊട്ടുകുത്താൻ പോവാം. സുന്ദരിക്ക് പൊട്ടുകുത്താൻ. ഈ പാത്രം കൂടെ തന്നെ നടന്നു പോകുന്നേ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ഇത് നമ്മൾ വീട്ടിൽ നിന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ നേരത്തെ, നമ്മൾ ഓരോ വീട്ടിൽ നിന്നായിരുന്നു കറികളൊക്കെ കൊണ്ടുവന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടുവന്ന ഓലനായിരുന്നു. അപ്പോൾ അങ്ങനെ അത് അവിടുത്തെ കിച്ചണിലേക്ക് കൊണ്ടുവന്ന് വെക്കാനായിട്ട് ഇച്ചായൻ കൊണ്ടുവന്നതാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ ആക്ച്വലി ഞങ്ങളിത് നന്നായിട്ടൊക്കെ കവർ ചെയ്തിട്ടാണ് പോകുന്നത്. പക്ഷേ കുറച്ചൊന്ന് ലീക്കായി കാറിൻ്റെ ഡിക്കിൽ പോയിട്ടുണ്ടായിരുന്നു. എന്തായാലും കറി മൊത്തത്തിൽ പോകാൻ നന്നായി, എന്നാൽ പിന്നെ പണി പാളിയേനെ. അപ്പോൾ അങ്ങനെ ഓരോ വീട്ടിൽ നിന്നാണ് ഓരോ കറികളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അവിടെ സുന്ദരിക്ക് പൊട്ടുകൊത്തലും കാര്യങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ കേട്ടോ. അവിടെ കഴിഞ്ഞിട്ടില്ല. അവിടെ പിള്ളേരുടെ സെക്ഷൻ കഴിഞ്ഞിട്ട് അടുത്തത് ചേട്ടന്മാരുടെ ഒക്കെ സെക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അവിടെ ഓണപ്പരിപാടിയൊക്കെ നടത്തിയ സമയത്ത് അവരുടെ നൈബേഴ്സ് ഉണ്ടായിരുന്നു. അവിടെ ഒരു കനേഡിയൻ പുള്ളിക്കാരത്തിയുടെ പട്ടിക്കുട്ടിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരോടും നന്നായിട്ട് മിങ്കിൾ ചെയ്തിട്ട് പുള്ളിക്കാരത്തി സംസാരിച്ചു. അപ്പോൾ ഇതവരുടെ ഗ്യാരേജാണ്. ഇവിടെയാണ് നമ്മൾ സാമ്പാർ, പപ്പടം, അങ്ങനെ നമ്മൾ അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഇവിടെ വന്നിട്ടുണ്ടാക്കിയത്. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കിയത് ഇവിടെയാണ് കേട്ടോ. ഇതവിടെ ഡ്രിങ്ക് വെച്ചാണ് കേട്ടോ കുടിക്കാനായിട്ട്. എനിക്കത് കുടിക്കാൻ പറ്റില്ല. ഞാൻ ആദ്യം ഞങ്ങൾ വന്ന സമയത്ത് ആയപ്പോഴത്തേക്കും ഒരു സെക്ഷൻ കഴിഞ്ഞായിരുന്നു. അടുത്ത സെക്ഷൻ വെച്ചത് ഞാൻ കണ്ടില്ല. അപ്പോൾ ഞാനതിൻ്റെ ടേസ്റ്റ് നോക്കിയില്ല, എനിക്കറിഞ്ഞില്ല അത് കുടിക്കാൻ. നെക്സ്റ്റ് ഗെയിം സുന്ദരി പുട്ട്. നാരങ്ങ റൈസിന് എന്നാ കിട്ടിയത്? നാരങ്ങ റൈസിന് എന്താ കിട്ടിയത്? ഉണ്ടയാണ് കിട്ടിയത്. വെരി ഗുഡ്. അയ്യോ ഇവിടെ ഇറങ്ങാൻ പറ്റില്ല. ബോബോ 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 നമുക്ക് പേടിയാണോ? ബോബോ ബോബോ അബിഗലിന് പോകണമെന്നുണ്ട്, പക്ഷെ ചെരുപ്പില്ല കാലയിൽ. അബിഗലിന് പോകണമെന്നുണ്ടോ? അടുത്തുണ്ടായോ കടി? ചെരുപ്പില്ലല്ലോ അവിടെ കൊണ്ട് നിർത്താൻ. അവിടെ നിന്ന് അത് ജോർജ് ഇതാരെ കുഞ്ഞാരെ ആണോ? ബേസിൽ കല്യാണം വെച്ചായിരുന്നു. ഞാൻ പയ്യർ ഇറക്കിയത്. ഞാൻ ആണോ? എല്ലായിടത്തും വെച്ച് കാണാം, എപ്പോഴും വാൾമാർട്ടിൽ കാണാം. വെറുതെ പോണേണോ അങ്ങോട്ട്? ഇതെന്താ ഔട്ട് ഹൗസോ? അത് ഒരു ഗരാജ് പോലെ അല്ലേ? അതിനകത്താണ് വെച്ചേക്കണം. പുഴുവൊക്കെ തൂങ്ങിക്കിടക്കുന്നുണ്ട് ഇവിടെ. കല്ലുടെ മുകളിലോ? അവലിരുത്തിയ അഭിയുടെ വർക്കില്ലേ? നമുക്കിപ്പോ ലെമൺ റൈസും കഴിഞ്ഞു, പിന്നെ സുന്ദരി പൊട്ടലും കഴിഞ്ഞു. ലെമൺ റൈസോ? അയ്യോ, ലെമൺ റൈസും മറ്റേ സുന്ദരി പൊട്ടത്തെ മിഠായി വർക്കില്. എനിക്ക് അബിഗലിനെ ഏർക്കൂടും താല്പര്യമുണ്ട്, പക്ഷെ അബിഗയില് മൊത്തം നേക്കത്തും. അന്ന് മീറ്റിങ്ങിന് പോയില്ലേ? ആണല്ലേ? എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു ആവി ചേച്ചിയിലെ. കുറച്ചൊക്കെ ഓർമ്മയുണ്ടല്ലോ ആവി. ഇവിടെ ഇറങ്ങണം, പക്ഷെ ഇവിടെ മണ്ണല്ലേ, ചെരുപ്പില്ല. ഓർക്കുന്നുണ്ടോ ആന്റീനെ? ഓർക്കണ്ടോ ആവി?
ഹലോ നീ ഉറക്കണ്ടോ? ഞാൻ ഉറക്കല്ല, ഞാൻ പറ്റില്ലല്ലോ. അപ്പോൾ പിള്ളേരുടെ മിഠായി പെറുക്കലായിരുന്നു കേട്ടോ. മിഠായി അല്ലായിരുന്നു അത്, ഒരു വേറെന്തോ ഒരു ചെടിയുടെ ഒരു കായായിരുന്നു അത്. അപ്പോൾ അവരുടെ അടുത്ത് പറയുമായിരുന്നു നിങ്ങൾ ഓരോന്ന് പറക്കണം, രണ്ടെണ്ണമായിട്ടൊന്നും പറക്കി വെക്കരുതെന്നുള്ളത്. എല്ലാരും ജയിച്ചു. അത് കൊള്ളാം. അവസാനം എണ്ണി നോക്കുന്നില്ല. 5 പേർക്ക് സമ്മാനം. അടുത്ത വർഷം ആപിക്കാറുണ്ട് കേട്ടോ. അത് തന്നെ ഉറങ്ങുന്ന സമയമായി അല്ലേ? ഉറങ്ങുന്ന സമയത്ത് തണുപ്പുണ്ടല്ലോ അവിടെ പുറത്ത്. വെയില് പോയി. പക്ഷെ ഇവള് കൈമാറുന്നുണ്ടേ, ഇവള് കൈമാറി. അവിടെ എന്റെ കയ്യിലേക്ക് ചേച്ചി കളിച്ചോ, കളിച്ചോ. ഞാനില്ല വന്നില്ല. അവള് എന്റെ അടുത്ത് മുന്നില്ലല്ലോ. വാട്. ഉറക്കത്തിന്റെ സമയം, ഉറക്കത്തിന്റെ കുത്തിക്കോ. കറക്റ്റ് ആയിട്ട് കുത്തിക്കോ. അടിപൊളിയാണ് കേട്ടോ ഇവിടെ. എനിക്ക് അധികം ആൾക്കാർ ഇല്ലാന്ന് തോന്നുന്നു, കുറച്ച് ആൾക്കാരേ ഉള്ളൂ, പക്ഷെ അടിപൊളിയാണ്. മഴക്കാറ് വെക്കുന്നുണ്ട്. അതിനുമ്പ് പുറത്തുള്ള പരിപാടികളൊക്കെ കഴിയുവാണെങ്കിൽ അങ്ങോട്ട് നീ മത്സരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഞാൻ മത്സരിക്കാനായി. അതെ ജോർജ്, വേറെ വിഷയം അതെന്താ അറിയാം, ആ പടത്തിലെ പെണ്ണ് ചെരിഞ്ഞോണ്ട് നേരെ പക്കയായിട്ട് കുത്തിയാലും മനസ്സിലായല്ലോ. നിങ്ങൾ വേറെ പെണ്ണിന്റെ ഫോട്ടോ അവിടെ തന്നെ കറക്റ്റ് കുത്തിക്കോ. കളിക്കണത് ഇവിടെ തൊട്ട് കറക്കിയിട്ട് വിട്ടിട്ടല്ല കളിക്കണത്. വട്ടം കറക്കിയിട്ട് ഇവിടുന്ന് അങ്ങോട്ടേക്ക് വിടും. അങ്ങനെ വിട്ടു കഴിഞ്ഞാൽ നമ്മള് വേറെ വല്ല വഴിക്കും പോകും. പിന്നെ ശരിക്കും അങ്ങനെയാണ് ഇത് കളിക്കേണ്ടത്, അങ്ങനെയാണ്. ആര്യനെ വളച്ചഴിച്ച് കൊണ്ടുപോയിട്ടോ. ആര് നെർവസ് ആയിട്ട് ഒരു പൊട്ടു കുത്താനാണ് അവള് ഇത്ര ടെൻഷൻ. കറക്റ്റ് സ്പോട്ട് കൊണ്ട് കുത്തിട്ടേ വരും. വിജയ് ഭവ ടെൻഷൻ അടിച്ചിട്ട് നിന്ന് വേർക്കുന്ന അവളെന്തേ അവിയെല്ലാം ജോർജേട്ടൻ കൊണ്ടേക്കലായിരുന്നു. ആണോ? പൊക്കണ്ടോ ചേച്ചി കണ്ണടച്ചോട്ടോ. ഇത് പിടിച്ചോ. സമാധാനായത്. താഴെ കൊണ്ട് കുത്തി. എനിക്കിപ്പോഴും ആശ്വാസമായത്. എന്താ നീ എവിടെ ആ പെണ്ണിനെ പടത്തി പോലല്ല കുത്തി? ഞാൻ ഏകദേശം അടുത്താ. നീ എവിടെ കുത്തിയത്? ഞാൻ താടിയിൽ കറക്റ്റ് മറുകാട്ടാ ഞാൻ കുത്തിയത്. വീഡിയോ എങ്ങനെയുണ്ട് മൊത്തത്തില് പരിപാടി? അല്ല അവിയൽ ഉടുപ്പിട്ട് അവിടെ പഠിച്ചെങ്കിരുന്നു അല്ലേ? അയ്യോ എനിക്ക് മനസ്സിലായില്ല. അത് കളർ ഡ്രസ് ഇല്ലാത്തോണ്ട് ഞാനടുത്ത് ആരായിരിക്കും മറ്റേ അച്ഛന്മാരുടെ അച്ഛനും ഫാമിലി ഹാലിഫാക്സിലേക്ക് മൂവ് ചെയ്തെന്നു. പ്രൈസ് ഡിസ്ട്രിബ്യൂഷന്റെ പരിപാടിയിലാണ് അവര്. പേരെഴുതിക്കൊണ്ടിരിക്കുക. പോട്ടെ.
അത് തിന്നാനുള്ളല്ല കേട്ടോ വില. രണ്ടും ആപ്പിൾ മരല്ലേ? പക്ഷെ എല്ലാം കൊഴിയും. ദേ താഴെ കിടക്കുമല്ലേ. താഴെ മൊത്തം കിടക്കുന്ന ആപ്പിളാണ്. നമ്മുടെ ഔട്ട്ഡോർ കലാപരിപാടികൾക്ക് ശേഷം നമ്മുടെ ഒരു ചെറിയ ഫോട്ടോ സെക്ഷനാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനുള്ള എല്ലാവരും ഇരിക്കലും നമ്മുടെ എവിടെ വെക്കണം ക്യാമറ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അടുത്ത് സെറ്റായിക്കൊണ്ടിരിക്കുന്നത്. കാരണം മഴ അപ്പം തുടങ്ങിയായിരുന്നു. അത് പറിച്ചു കളയല്ലേ. എല്ലായിടത്തും ആഘോഷം കഴിഞ്ഞെങ്കിലും ഇപ്പോഴും ഓണത്തിന്റെ ആഘോഷം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ ദേവാലയത്തിന്റെ പുതുതായി ഫോം ചെയ്തിരിക്കുന്ന കോർഡിനേഷന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഓണ സെലിബ്രേഷൻ എല്ലാ ആശംസകളും ഭാവുകങ്ങളും നേരുന്നു. എല്ലാവർക്കും വിഷയ ഹാപ്പി ആൻഡ് ബ്ലസ്ഡ് ഓണം. താങ്ക് യു സോ മച്ച്. ഇന്നിപ്പോൾ നമ്മുടെ ഓണപ്പരിപാടി മാത്രമല്ല, നമ്മുടെ പ്രെയർ മീറ്റിംഗ് കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പുറത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മളപ്പോഴത്തേക്കും പ്രെയർ മീറ്റിങ്ങിനൊക്കെ ആയിട്ട് എല്ലാവരും അകത്തേക്ക് വന്നു. അച്ഛനും അമ്മയും 2 പിള്ളേരാണ് കേട്ടോ ഇത്. ഒരാൾ നഴ്സിങ്ങിന് പഠിക്കുന്നു, ഒരാൾ 9th പഠിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ പ്രെയറും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടോ. എല്ലാവരും വന്നേ ഉള്ളൂ, കുറേ ആൾക്കാരൊക്കെ പുറത്താണ്, അകത്തേക്ക് വരുന്നേ ഉള്ളൂ. നമുക്ക് എല്ലാവർക്കും കൂടെയും നിൽക്കാനുള്ള സ്പേസ് അവിടെ ഇല്ല, എൻട്രൻസിൻ്റെ അവിടെയായിട്ട്. അപ്പോൾ കുറച്ച് പേരൊക്കെ കിച്ചണിന് അങ്ങോട്ടേക്കും അങ്ങനെ എല്ലാവരും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് നിന്നിട്ട് പ്രെയർ മീറ്റിങ്ങൊക്കെ അച്ഛനും പ്രാർത്ഥനയോട് കൂടി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇവിടെ എന്താ നടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളവിടെ പ്രെയറും കാര്യങ്ങളും കഴിയുമ്പോഴത്തേക്കും നമുക്ക് സദ്യ സ്റ്റാർട്ട് ചെയ്യാനാണെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ തന്നെ പിള്ളേർക്കും എല്ലാവർക്കും വിശന്ന് തുടങ്ങിയായിരുന്നു. സമയം ഒരു 2:30-3 മണിക്കൊക്കെ അടുത്തായി. അപ്പോൾ നമ്മളെല്ലാ വീടുകളിൽ നിന്ന് പറയുകയാണെങ്കിൽ വലിയ വലിയ പാത്രത്തിലായിട്ടായിരുന്നു കറികളൊക്കെ കൊണ്ടുവന്നത്. അപ്പോൾ വിളമ്പാൻ നമുക്ക് എളുപ്പത്തിന് അത് ചെറിയ ചെറിയ ബൗളിലേക്ക് ആക്കുവാണെങ്കിൽ ഈസി ആണല്ലോ. അപ്പോൾ ഇതാണ് കേട്ടോ റീതുവിൻ്റെ ക്രിസ്റ്റി ചേട്ടൻ്റെയും വീട് വെച്ചിട്ടായിരുന്നു പരിപാടി നടത്തിയത്. അപ്പോൾ അങ്ങനെ ഇവിടെ അൻസലേട്ടനും ലിബിൻ ചേട്ടനും ദീപ്തി ചേച്ചി എല്ലാവരും ഉണ്ട് അത് ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പോൾ ഇത് പരിപ്പ് പായസമാണ് കേട്ടോ. ഈ തവണ നമ്മൾ വീട്ടിൽ വെച്ചിട്ടുള്ള ഓണത്തിനാണെങ്കിൽ നമ്മൾ അടപ്രഥമൻ എന്താ വെച്ചത്. അപ്പോൾ പരിപ്പ് പായസം നമ്മൾ നാട്ടിൽ നിന്ന് കഴിച്ചിട്ട് വന്നതാണ്, പിന്നെ ഇതുവരെ കഴിച്ചിട്ടില്ല. അപ്പോൾ ഈ തവണ ഇവിടെ പരിപ്പ് പായസമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പായസമായിട്ട്. അപ്പോൾ ഇത് അങ്ങനെ അടുക്കളയിൽ ഉള്ളവരൊക്കെ ഇത് ഇങ്ങടേക്ക് വിളിച്ചിട്ടോ. അവിടെ നമ്മുടെ പ്രെയർ കഴിഞ്ഞപ്പോൾ തന്നെ അച്ഛൻ്റെ ഒരു സ്പീച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛനൊരു 1/2 മണിക്കൂറൊക്കെ സ്പീച്ച് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചാണ് വന്നതെന്നൊക്കെ അച്ഛൻ പറഞ്ഞു. പക്ഷേ നമ്മുടെ എല്ലാവരും എന്താ പറയുക വിശന്നിട്ടുള്ള ഇരിപ്പും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അച്ഛൻ പിന്നെ അതൊരു 15 മിനിറ്റായി ചുരുക്കി ബൈബിളിൽ ഒരു വാക്യമൊക്കെ എടുത്ത് അച്ഛൻ അതിനെപ്പറ്റി നമ്മുടെ സംസാരിച്ചു. അപ്പോൾ എല്ലാവരും ഉള്ള സ്ഥലത്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിരുന്നു. ഞാൻ അവളെയും കൊണ്ട് സ്റ്റെയർ കേസിൻ്റെ അവിടെ ഇരുന്നു. നമുക്ക് അവിടെ ഇരിക്കാൻ സ്ഥലം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അവൾ മറ്റിടത്ത് ഫുൾ അലമ്പാക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി മാറിയിരുന്നേ. അപ്പോൾ അങ്ങനെ സ്പീച്ചും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അടുത്തത് പിന്നെ സദ്യയാണല്ലോ. അപ്പോൾ സദ്യക്കുള്ള ഇലയൊക്കെ ഇട്ട് അതിനുള്ള വിഭവങ്ങളൊക്കെയാണ് വിളമ്പിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ 16 വീട്ടിൽ നിന്ന് ഓരോ കറി വെച്ച് കൊണ്ടുവരുമ്പോൾ തന്നെ 16 കൂട്ടം കറികളായല്ലോ. അപ്പോൾ ഇത്രയും കറിയൊക്കെ കൂട്ടി നമ്മുടെ നാട്ടിൽ മറ്റേ കല്യാണത്തിനൊക്കെയാണ് ഞാൻ സദ്യ കഴിച്ചിട്ടുള്ളത്. പിന്നെ ഇവിടെ വന്നപ്പോൾ അങ്ങനെ ഇത്രയും കറിയൊന്നും കൂട്ടി കഴിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലൊക്കെ ആയിരുന്നു ഞാനിരുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് ആ ഇലയിൽ അത്രയും കറികളും ചോറും രസം സാമ്പാർ അങ്ങനെ എല്ലാം കണ്ടപ്പോൾ തന്നെ നമ്മുടെ വയറങ്ങടെ നിറഞ്ഞു. എന്താ പറയുക, ഇത് ആബി അതിൻ്റെ ഇടയ്ക്ക് അവൾക്കത് വിശന്നു തുടങ്ങി. അവൾക്ക് എന്ന് വെച്ചാൽ 3 മണിയൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ ഞാൻ ഇവർക്ക് കുറച്ചതിൽ ചോറ് കൊടുത്തിട്ടാണ് കേട്ടോ ഞാൻ ഫുഡ് കഴിക്കാനിരുന്നത്, അല്ലെങ്കിൽ അവളെ സമ്മതിക്കില്ല. അപ്പോൾ ഞാൻ കുറച്ച് അവൾക്ക് ചോറും പരിപ്പും എല്ലാം അടുക്കളയിൽ നിന്ന് എടുത്തിട്ട് വന്നിട്ട് ഞാൻ അവൾക്ക് അത് ഫുഡ് കൊടുത്തിട്ടോ. വേറെ പുതിയ വന്നു കൊടുത്താ അതെ അമ്മ പാപ്പ തരാട്ടോ തരാട്ടോ എവിടെയും. അയ്യോ അച്ഛനാണ്, സോറി. എനിക്ക് അച്ഛനൊന്നും മനസ്സിലായില്ല. ഞാൻ ചാരായിരുന്നു. അച്ഛനെ കണ്ടപ്പോ മനസ്സിലായില്ല ഇതാരെ പുതിയ ആള് വന്നിരിക്കുന്നു. ഇത് മതി നമുക്ക്. അപ്പോൾ ഞാനങ്ങനെ ആബിക്ക് ഇതേ ഫുഡ് കൊടുക്കാനായിട്ട് അവിടെ നിന്ന് ഇരുന്ന് സമാധാനമായിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവൾക്കുള്ള ഭക്ഷണം എടുത്തുകൊണ്ട് ഹാളിലേക്ക് പോകുന്നതാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമുക്ക് ഇപ്പുറ സൈഡിൽ ഇങ്ങനെ ഓരോ പന്തിയായിട്ടല്ല, കാരണം ഇത്രയും ആൾക്കാരുള്ളത് കൊണ്ട് എല്ലാവർക്കും ഒന്നിച്ച് തറയിലിരിക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് ഇങ്ങനെ അത് പിള്ളേർക്ക് അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഓരോരോ സെക്ഷനായിട്ടാണ് നമ്മളെല്ലാവരും ഇരുന്നിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ സമയം കൊണ്ട് ഇവർക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ എനിക്ക് അടുത്തതിന് ഇരിക്കാമല്ലോ. അപ്പോൾ ഞാൻ എന്താ പറയുക, കൊച്ചിനെ ഇച്ചാൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഞാൻ ഭക്ഷണം കഴിക്കാൻ പോയിട്ടോ. അപ്പോൾ അവൾ ഇവർക്ക് ഇവിടെ കളിക്കൂട്ടുകാരൊക്കെ കിട്ടി. ഇവർക്ക് ഒരുപാട് പിള്ളേരുണ്ട് അവരുടെ ആ പ്രായത്തിലുള്ളത്. അതെ, ചെലപ്പോ കട്ട് ചെയ്തല്ലോ കേട്ടോ. ഇനി എന്താ പറയാനുള്ള സാമ്പാറും കൂടി ഉണ്ട്, പരിപ്പും നെയ്യും, അതെ പപ്പടം, തോരൻ, കാളൻ,
അവിയല്, എരിശ്ശേരി, പച്ചടി, ഓല. ഇന്ന് പൈനാപ്പിൾ പച്ചടി. ആ അടുത്തത് വടംവലി മത്സരമാണ് കേട്ടോ. അതിന് വലിച്ചോ അതിന് തോടെ. ആ അവിടെ നീ ചാഞ്ഞിടണേ, ചാഞ്ഞോ ചുണ്ടി ചാഞ്ഞോ. ആ ഉണ്ട്. അപ്പോൾ നിന്റെ ഫുൾ ബോഡി വെയിറ്റ് ഇതിനകത്തായി. വടം പോവാണെങ്കിൽ വിട്ടുകൊടുത്ത കേട്ടോ. ആ കഴിഞ്ഞു. കൈ മുറിഞ്ഞോ? തോക്കുകയും ചെയ്ത് കൈ മുറിഞ്ഞ നാണക്കേട്. അപ്പോൾ ഇതേ അങ്ങനെ നമ്മുടെ ഈ വർഷത്തെ ഓണപ്പരിപാടി അതേ എൻഡിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതേ ലാസ്റ്റായിട്ട് പ്രൈസ് ഡിസ്ട്രിബ്യൂഷനാണ് ഇവിടെ അച്ഛൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും സദ്യയൊക്കെ കഴിച്ചിട്ട് ഒരു മയക്കത്തിലൊക്കെയാണ്. അപ്പോൾ ഇതേ നമുക്ക് പ്രൈസ് എല്ലാം ഇതേ പിള്ളേർക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഫസ്റ്റും സെക്കൻഡും കിട്ടിയവർക്ക്. എനിക്കൊന്നും കിട്ടിയില്ല. ഈ ചൈനൊക്കെ വടംവലിക്ക് ഫസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ചിലരൊക്കെ ഓർക്കും പ്രൈസ് കൊടുക്കുന്നത് ഇതുപോലെ ഒരു പെന്നും ഇതൊക്കെയാണെന്ന്. പക്ഷേ ആ പ്രൈസ് മേടിക്കുന്നവരുടെ ആ ഒരു സന്തോഷവും ഒക്കെ നമുക്ക് അവരുടെ മുഖത്ത് കാണാവുന്നേ ഉള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് ആ കിട്ടുന്നതിലാണ് ഇമ്പോർട്ടൻറ്റ്, അല്ലാണ്ട് എൻ്റെ വലിപ്പത്തിലൊന്നും അല്ലല്ലോ. അപ്പോൾ ഇത് നമ്മൾ പിള്ളേർക്ക് എല്ലാവർക്കും തന്നെ നമ്മൾ കൊടുത്തു എന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ അകത്ത് പങ്കെടുത്തതിൽ ഫസ്റ്റും സെക്കൻഡും നമ്മൾ നോക്കിയില്ല. കാരണം എല്ലാവരും കുഞ്ഞുങ്ങളായതുകൊണ്ട് നമ്മളെല്ലാവർക്കും തന്നെ പ്രൈസ് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷനൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ തന്നെ ഒരു സമയം ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതെ എല്ലാവരും ഇനി എന്താ പറയുക ബൈ ബൈ ഒക്കെ പറഞ്ഞ് പോകാമെന്നുള്ള ഒരു പ്ലാനിങ്ങിലൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ഈ വർഷത്തെ ഓണപ്പരിപാടിയൊക്കെ അതിഗംഭീരമൊക്കെ ആയിട്ട് കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടി